നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചതി സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ സ്നേഹമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന അഭിനയമാണ്. ചില ബന്ധങ്ങൾ മെഴുകുതിരി വെട്ടം പോലെയാണ്. ആദ്യം അത് ഉരുകി നമ്മളിൽ പ്രകാശം നിറയ്ക്കുന്നു. ഒരു നാൾ അത് പാടെ ഇല്ലാതാകുന്നു. പിന്നെ ഉരുകുന്നത് മുഴുവൻ നമ്മളാണ്. സിൽക്ക് സ്മിത എന്ന മാദക നടിയെ നാം കാണുമ്പോൾ അവരുടെ ഉള്ളിൽ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു നിഷ്കളങ്ക മനസ്സുണ്ടായിരുന്നു. ആ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്ത് അവരുടെ ജീവിതം ഇല്ലാതാക്കിയ ചില അനുഭവങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നാലോ. ഇണയെത്തേടി എന്ന സിനിമയിൽ അഭിനയിക്കാൻ വന്ന ആന്ധ്രാക്കാരിയായ വിജയലക്ഷ്മി എന്ന നായികയ്ക്ക് സ്മിത എന്ന പേര് നൽകിയത് ആന്റണി ഈസ്റ്റ്മാൻ എന്ന മലയാളി സംവിധായകനാണ്. പിന്നീട് അവർ വണ്ടിച്ചക്രം എന്ന തമിഴ് സിനിമയിൽ സിൽക്ക് എന്ന കഥാപാത്രമായതോടുകൂടി അവരുടെ പേര് സിൽക്ക് സ്മിത എന്ന് മാറുകയാണ് ഉണ്ടായത്. എന്നാൽ ആരംഭകാലത്ത് മാദക നടിയായിട്ടല്ല അവർ അഭിനയിച്ചിരുന്നത്. ഭാരതി രാജയുടെ അലൈകൾ ഓയ്വതില്ലേ എന്ന സിനിമയിൽ വില്ലന്റെ ഭാര്യയായിട്ട് വളരെ സീരിയസ് ആയ ഒരു റോളാണ് അവർ ചെയ്തിരുന്നത്. ആ പടം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അവരുടെ വേഷം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് ഇളയരാജയുടെ ഇളയ അനുജൻ ഗംഗൈ അമരൻ സംവിധാനം ചെയ്ത കോഴി കൂവുത് എന്ന ചിത്രത്തിൽ അവർ ഉപനായികയായി അഭിനയിക്കുകയും അതിൽ പ്രഭുവിന്റെ ജോഡിയായി വരികയും ചെയ്തു. ആ സിനിമയും ബോക്സ് ഓഫീസിൽ അതിഗംഭീര വിജയമായി മാറി. അതോടെ സിൽക്ക് സ്മിത ഗംഗൈ അമരന്റെ വളരെ അടുത്ത സുഹൃത്തായി മാറുകയും ചെയ്തു. വിജയലക്ഷ്മി എന്ന പേര് സിൽക്ക് സ്മിതയായി മാറിയതിനെ കുറിച്ച് അവർ പറഞ്ഞപ്പോൾ ഗംഗൈ അമരൻ പറയുന്നു, തന്റെ പേരും ഗംഗൈ അമരൻ എന്നല്ല, അമർ സിംഗ് എന്നാണ് യഥാർത്ഥ പേരെന്ന്. ഈ നോർത്ത് ഇന്ത്യൻ പേര് വരാനുള്ള കാരണം തന്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത ആത്മാർത്ഥ സുഹൃത്തിന്റെ പേരായിരുന്നു തനിക്ക് നൽകിയിരുന്നത്. സിനിമയിൽ വന്ന ശേഷമാണ് താൻ തന്നെ അത് ഗംഗൈ അമരൻ എന്നാക്കി മാറ്റിയത്. ഗംഗൈ അമരൻ പറയുന്നു, സ്മിത രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂവെല്ലാം ചൂടിയിട്ടാണ് ഒരു കുടുംബിനിയെ പോലെ അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്നതെന്ന്. ഇനി ഗംഗൈ അമരന്റെ വീട്ടിൽ ചെന്നാലും അടുക്കളയിൽ ചെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയെ പാചകം ചെയ്യാൻ സഹായിക്കുമായിരുന്നു. ഇത്രയും ഡ്രസ്സിംഗ് സെൻസും മേക്കപ്പ് സെൻസും ഉള്ള ഒരു ആർട്ടിസ്റ്റിനെ താൻ കണ്ടിട്ടേ ഇല്ല എന്ന് ഗംഗൈ അമരൻ സാക്ഷ്യപ്പെടുത്തുന്നു. ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്ത മൂന്നാം പിറൈ എന്ന കമലഹാസൻ ചിത്രത്തിലെ നൃത്തരംഗവും അഭിനയ മികവും ജനമേറ്റെടുത്തു. പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മൂന്നാം പിറൈ എന്ന സിനിമയ്ക്ക് റിപ്പീറ്റഡ് ഓഡിയൻസിനെ കിട്ടിയത് കമലഹാസനും സിൽക്ക് സ്മിതയും ചേർന്നുള്ള നൃത്തരംഗം മൂലമാണെന്ന് തമിഴ് ഇൻഡസ്ട്രിയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആന്ധ്രാപ്രദേശുകാരിയായ വിജയലക്ഷ്മി 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പഠിത്തം നിർത്തിയിരുന്നു. കൊടിയ ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമായിരുന്നു അവരുടെ കുട്ടിക്കാലം. അവരുടെ കുട്ടിക്കാലത്ത് ഒരു ശൈശവ വിവാഹവും നടന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അതിലെത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അക്കാലത്ത് ആന്ധ്രയിലെ ഗ്രാമങ്ങളിൽ അത്തരം ഒരു സമ്പ്രദായം പതിവായിരുന്നു. അതെനിക്കറിയാവുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നടൻ മുകേഷ് ആണ് ഈ വിവരം എന്നോട് പറഞ്ഞിട്ടുള്ളത്. മുകേഷ് 1-2 വർഷം LLBക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശൈശവ വിവാഹ നിയമങ്ങളെ കുറിച്ചൊക്കെ പഠിക്കേണ്ടിയും വന്നിട്ടുണ്ട്. അതിൽ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരുന്നത് നടി സരിതയുടെ ശൈശവ വിവാഹവും അതിനെ സംബന്ധിച്ചുള്ള കേസിനെ കുറിച്ചുമായിരുന്നു. എട്ടും പൊട്ടും തിരിയാത്ത ഈ പ്രായത്തിൽ നടക്കുന്ന ഈ സമ്പ്രദായത്തെ കോടതി അസാധുവാക്കുകയും അത് നിരോധിക്കുകയും ചെയ്തു. ഇത് പഠിച്ചിരുന്ന മുകേഷ് ഇക്കാര്യങ്ങളെല്ലാം അവരോട് ചോദിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി. പിന്നീട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളിലൂടെയാണ് അവർ തമ്മിൽ അടുപ്പമാകുന്നത്. ഈ വിവരം മുകേഷ് തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ശൈശവ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി ഈ ഉദാഹരണം പറഞ്ഞുവെന്നേ ഉള്ളൂ. വിജയലക്ഷ്മി എന്ന പെൺകുട്ടി സിനിമാ മോഹവുമായി അമ്മായിയോടൊപ്പം ആന്ധ്രയിൽ നിന്നും ചെന്നൈയിലേക്ക് ചേക്കേറി. അവിടെ ജീവിക്കാൻ വേണ്ടി വീട്ടുജോലിയും മറ്റും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സിനിമയിലേക്കുള്ള വിളി വരുന്നത്. അവളിൽ ഏറ്റവും ആകർഷണീയത തോന്നിയിരുന്നത് അവളുടെ കണ്ണുകളാണ്. മൂന്നാം പിറയ്ക്ക് ശേഷം സിൽക്ക് സ്മിതയുടെ പ്രശസ്തി സൗത്ത് ഇന്ത്യ മുഴുവൻ അലയടിച്ചു. സിൽക്ക് സ്മിതയ്ക്കെന്നും പറഞ്ഞ് ഒരു പടമില്ല. പക്ഷേ സിൽക്ക് സ്മിത വിജയിപ്പിച്ച പടങ്ങൾ നിരവധിയാണ്. അവരുടെ ഡേറ്റിനായി നിർമ്മാതാക്കളും സംവിധായകരും മത്സരമായിരുന്നു. തമിഴ് കൂടാതെ തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങി എല്ലാ ഭാഷകളിലും അവർ മിന്നിത്തിളങ്ങി. സിൽക്ക് സ്മിത നന്മ നിറഞ്ഞ ഒരു മനസ്സിന്റെ ഉടമ കൂടിയായിരുന്നു. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കി പ്രവർത്തിക്കുമായിരുന്നു. അതിനുള്ള
ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഈരാളി എന്ന പ്രൊഡ്യൂസർക്കുണ്ടായ അനുഭവം. സിൽക്ക് സ്മിതയ്ക്ക് ആ പടത്തിൽ 5 ദിവസത്തെ ഡേറ്റ് പറഞ്ഞ് ദിവസം 10,000 രൂപ സമ്മതിച്ച് അഡ്വാൻസും കൊടുത്തു. അവർക്ക് മമ്മൂട്ടിയോടൊപ്പം നായിക പ്രാധാന്യമുള്ള റോൾ ചെയ്യാൻ പ്രത്യേക താല്പര്യവുമായിരുന്നു. എന്നാൽ ആ പടത്തിൽ ഏകദേശം 30 ദിവസത്തോളം അവർ അഭിനയിക്കേണ്ടതായും വന്നു. അത് കാരണം അവർക്ക് AVM പ്രൊഡക്ഷൻസ് ഉൾപ്പെടെ വലിയ ബാനറുകളുടെ പല പടങ്ങളും ഉപേക്ഷിക്കേണ്ടതായും വന്നു. ഷൂട്ടിംഗ് നീണ്ടുപോയതോടുകൂടി ധാരാളിയായിരുന്ന ഈരാളി കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കും കടന്നു. സിൽക്ക് സ്മിതയുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് യാത്ര ചോദിക്കാനായി ഈരാളിയുടെ അടുക്കലേക്ക് വരുമ്പോൾ പണത്തിന്റെ കാര്യം എന്ത് പറയണമെന്നറിയാതെ ഓട്ടക്കീശയുമായി വിഷമിച്ചു നിൽക്കുന്ന ഈരാളിയോട് സിൽക്ക് സ്മിത പറയുന്നു, പണത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ രാധാകൃഷ്ണനോട് ചോദിച്ചോളൂ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞേക്കാം. അന്ന് സിൽക്ക് സ്മിതയുടെ കൂടെ താമസിക്കുന്ന സുഹൃത്തായിരുന്നു രാധാകൃഷ്ണൻ. ഒരു കാര്യം ഞാനിവിടെ പറയാം. സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന നടിമാർ സാധാരണ പ്രൊഡ്യൂസർമാരെ പിഴിഞ്ഞ് 10 പൈസ ഉണ്ടാക്കാൻ വേണ്ടി സിനിമയിൽ വന്നിട്ടുള്ളതായിട്ടാണ് എന്റെ അറിവിൽ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും. എന്നാൽ ഇവിടെ അവർ അഭിനയിച്ച പൈസയും വാങ്ങിയില്ല, അങ്ങോട്ട് സഹായിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിൽ നിന്നും അവരുടെ നല്ല മനസ്സിനെ നമുക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോഴുള്ള താരങ്ങളൊക്കെ പ്രൊഡ്യൂസർമാരോട് ചെയ്യുന്നതും കാണിക്കുന്നതുമൊക്കെ ഞാനിവിടെ പറയേണ്ടതില്ലല്ലോ. ഈരാളിയുടെ വിവാഹത്തിന് സിൽക്ക് സ്മിത ചെന്നൈയിൽ നിന്നും എറണാകുളത്തെത്തിയിരുന്നു. പള്ളിയിലേക്ക് കല്യാണം കൂടാൻ കയറി വന്ന സ്മിത ഈരാളിക്ക് കൈകൊടുത്തു ആലിംഗനവും ചെയ്തു. അത് കണ്ട ഗ്രാമീണയായ നവവധുവിന്റെ ചങ്കിൽ ഒരു വെള്ളിടി വീണു. കൂടാതെ നവവധുവിന്റെ മുഖത്തു നോക്കി തമാശ രൂപേണ ഒരു ഡയലോഗും കാച്ചി, ഇദ്ദേഹത്തെ ഒന്ന് സൂക്ഷിച്ചോളണം, ആളത്ര ശരിയല്ല എന്ന്. ഇതുകൂടെ കേട്ടപ്പോൾ നവവധുവിന്റെ അവസ്ഥ ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചതിന് സമമായി. ഇതൊന്നും അറിയാതെ പിന്നാലെ വന്ന നിർമ്മാതാവ് സുരേഷ് കുമാർ ഈരാളിക്ക് കൈ കൊടുത്ത ശേഷം വധുവിനെ നോക്കി പറയുന്നു, ആളെ ഒന്ന് സൂക്ഷിച്ചോളണേ എന്ന്. വധു ആകെ വിരണ്ടു. സുരേഷ് പോയതിന് പിറകെ അതാ വരുന്നു സംവിധായകൻ പ്രിയദർശൻ. പതിവ് പോലെ കൈ കൊടുക്കുന്നു, വധുവിനെ നോക്കി പറയുന്നു, ആളത്ര ശരിയല്ല, ഒരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന്. ഇതെല്ലാം കേട്ടടുത്ത് നിന്ന വധുവിന്റെ അമ്മ പൊട്ടിക്കരഞ്ഞു. വിതുമ്പൽ ഒതുക്കി നിന്ന വധുവും കരയാൻ തുടങ്ങി. അമ്മയും മകളും കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗം കണ്ട് ആൾക്കാർ ധരിച്ചു അവർ പിരിയുന്നതിലുള്ള വിഷമമായിരിക്കുമെന്ന്. ആദ്യ രാത്രിയിൽ അവർ കരച്ചിലിന്റെ കാരണം ഈരാളിയെ ധരിപ്പിച്ചു. അവർ അതൊക്കെ തമാശ പറഞ്ഞതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒരുവിധം കാര്യങ്ങൾ പരിഹരിച്ചു. സിൽക്ക് സ്മിത തന്റെ ഒരു ചെറിയ കാലയളവിനുള്ളിൽ 450ഓളം സിനിമകളിൽ അവർ അഭിനയിച്ചു. അവരുടെ ജീവിതാനുഭവങ്ങളെ ആസ്പദമാക്കി ഹിന്ദിയിൽ ഡേർട്ടി പിക്ചർ എന്നൊരു സിനിമ എടുത്തിരുന്നു. വിദ്യാ ബാലനായിരുന്നു സിൽക്ക് സ്മിതയായിട്ട് അഭിനയിച്ചത്. ആ ഹിന്ദി സിനിമ ഒരു വൻ വിജയവുമായിരുന്നു. സിനിമകളിൽ സിൽക്ക് സ്മിത പ്രത്യക്ഷപ്പെടുമ്പോൾ സൂപ്പർ താരങ്ങൾക്ക് കിട്ടുന്നത് പോലെ നിറഞ്ഞ കയ്യടിയോടുകൂടിയാണ് അവരെ വരവേൽക്കുന്നത്. തമിഴിൽ സാവിത്രി എന്ന നടിക്കും ശോഭയ്ക്കുമുണ്ടായ വിധി തന്നെയാണ് കാലം സിൽക്ക് സ്മിതയ്ക്കും കരുതി വെച്ചിരുന്നത്. അവർ തന്റെ താങ്ങാനാകാത്ത വിഷമങ്ങൾ പങ്കിടാനായി അനുരാധ എന്ന നടിയെ ഫോണിൽ വിളിച്ചിരുന്നു. പക്ഷേ അനുരാധയ്ക്ക് അന്ന് അവരുടെ അടുത്തെത്താൻ കഴിഞ്ഞില്ല. അനുരാധ പിന്നീട് സങ്കടത്തോടെ ചാനലിലൂടെ പറയുകയുണ്ടായി, അന്നവൾ വിളിച്ചപ്പോൾ ഞാൻ ചെന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവൾ ഇന്നും നമ്മോടൊപ്പം ഉണ്ടാകുമായിരുന്നു എന്ന്. പേരും പ്രശസ്തിയും പണവുമൊക്കെ അവർ നേടിയെടുത്തു. പക്ഷേ അവർക്ക് കിട്ടാതെ പോയത് ഒരിറ്റ് സ്നേഹം മാത്രമായിരുന്നു. ആത്മാർത്ഥമായ സ്നേഹത്തിന് വേണ്ടി ആ പാവം ഒത്തിരി കൊതിച്ചിരുന്നു. മരിക്കുന്നതിന് മുമ്പ് അവർ തെലുങ്കിൽ ഒരു കത്തെഴുതി വെച്ചിരുന്നു. അതിന്റെ മലയാള പരിഭാഷ നമുക്ക് ഇങ്ങനെ വായിക്കാം: ഒരു നടിയായി വരാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടത് അതെനിക്ക് മാത്രമേ അറിയൂ. ആരും എന്നെ മനസ്സിലാക്കിയിട്ടുമില്ല. എവിടെ പോയാലും എനിക്ക് സന്തോഷം കിട്ടിയിട്ടുമില്ല. എല്ലാവരുടെയും പ്രവൃത്തികൾ എന്നെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. എല്ലാവർക്കും ഞാൻ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും ദൈവമേ, എന്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ. ഇത് ന്യായമാണോ? ഞാൻ ഒരാളുടെ കൂടെ ഇരിക്കുമ്പോൾ മാത്രമേ സന്തോഷിച്ചിട്ടുള്ളൂ. അത് എന്റെ ബാബുവിന്റെ കൂടെയാണ്. അവൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചതായി ഞാൻ വിശ്വസിച്ചു. എന്റെ സ്വത്തിലെ പകുതിയും ഞാൻ ബാബുവിന് കൊടുത്തു. പക്ഷേ അയാളും എന്നെ വഞ്ചിക്കാനുണ്ടായത്. എന്റെ ഓരോ ദിവസങ്ങളും വേദനയോടുകൂടിയാണ് കടന്നു പോയിട്ടുള്ളത്. അയാളിൽ നിന്നും പല പീഡനങ്ങളും ഞാൻ അനുഭവിക്കേണ്ടതായി വന്നു. എന്റെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും അയാൾ വാങ്ങിക്കൊണ്ടുപോയി. ഒന്നും തിരികെ തന്നിട്ടുമില്ല. 5 വർഷം മുമ്പ് എനിക്കൊരു ജീവിതം തരാമെന്ന് അയാൾ പറഞ്ഞിരുന്നു. ആ ജീവിതത്തിന് വേണ്ടി ഞാൻ ഒത്തിരി കൊതിച്ചിരുന്നു. പിന്നീടാണ് അയാളുടെ വാക്കുകൾ പൊള്ളയാണെന്ന് എനിക്ക് മനസ്സിലായത്. ആ സത്യം മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. ഈ വേദന താങ്ങാവുന്നതിലും അധികമാണ്. ഈ എഴുത്ത് വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ എഴുതുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ആഭരണങ്ങൾ പോലും എനിക്ക് തിരികെ തന്നില്ല. ഇനി അത് ആർക്ക് കൊടുക്കുമെന്ന്
നടക്കുമെന്നും എനിക്കറിയില്ല. ഞാൻ യാത്രയാവുകയാണ്. ജീവിച്ചിരുന്നപ്പോൾ അവർ കടിച്ച ആപ്പിളിന് ലക്ഷങ്ങൾക്ക് ലേലം പിടിച്ചെടുത്ത ആരാധകരോ അവരുടെ ഡേറ്റിന് വേണ്ടി കാത്തുകെട്ടിക്കിടന്ന സിനിമാക്കാരോ ആരുമില്ലാതെ മോർച്ചറിയിൽ അവരുടെ ചേതനയറ്റ ശരീരം കിടന്നപ്പോൾ അവരാരും തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, അവർക്ക് അർഹിക്കുന്ന ആദരവും നൽകിയില്ല എന്നുള്ളത് വേദനിക്കുന്ന ഒരു ഓർമ്മയാണ്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.